ഇപ്പോൾ ഈ സൈബർ മീഡിയയുടെ കാര്യം എടുക്കുക. ആരാണ് ഹാഷ്മി ഇതിൻ്റെ പ്രതി? ആരാണ് ഉത്തരവാദി? ആരാണ്? CPM പാല് കൊടുത്തു വളർത്തിയ മൂർഖന്മാരല്ലേ ഈ പോരാളി ഷാജിയും ചെങ്കോട്ടയും ചെങ്കതിരൊക്കെ നിയന്ത്രിക്കുന്നത്? ഇല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ സജീഷ്, നിങ്ങൾ തിരുത്തൽ ശക്തി ആവശ്യമുണ്ട്, ഈ മേഖലയിൽ തിരുത്തൽ വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനു മുമ്പും ഈ സൈബർ കൂട്ടങ്ങളെ എത്രയോ പേരെ ആക്രമിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകളെ ആക്രമിച്ചത് പോകട്ടെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളെ മുഴുവൻ ആക്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ പലരെയും ആക്രമിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരായി ഇപ്പോൾ ഹാഷ്മി ഉൾപ്പെടെയുള്ളവരെ, താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെയുള്ളവരെ എത്ര പേരെ SDPI ആക്കി, അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളെ എത്ര പേരെ RSS ആക്കി. ഇതൊക്കെ ചെയ്ത സൈബർ കടന്നൽ കൂട്ടങ്ങൾ, ഇവരുടെ സൈബർ ഗ്രൂപ്പിൻ്റെ പേര് കടന്നൽ കൂട്ടമെന്നാണ്. എത്രയോ കടന്നൽ കൂട്ടങ്ങളുണ്ട്. ഈ കടന്നൽ കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ നാളിതുവരെ സാധിക്കാത്തതെന്നുകൊണ്ടാണ്. ഇപ്പോൾ ഈ നമ്മളെ ആക്രമിച്ചത് പോകട്ടെ, അത് മാറ്റിവെക്കുക. ഇപ്പോൾ CPM നേതാക്കന്മാരെ തന്നെ എത്ര പേരെ ആക്രമിച്ചു? ഇപ്പോൾ റഹീമിനെ പരസ്യമായി പോരാളി ഷാജി പേജിലൂടെ വെല്ലുവിളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഈ പേജിൻ്റെ അഡ്മിനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല? ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വൈകി വന്ന വിവേകമാണെങ്കിൽ ഇന്ന് ശ്രീ MV ജയരാജൻ്റെ പടം ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വസ്തുതാപരമായ കുറേ കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാരും പണം വാങ്ങുന്നവരോ അല്ലെങ്കിൽ പണം മേടിച്ച് ബിനാമി ബിസിനസ് നടത്തുന്നവരോ അല്ല എന്നുള്ളതാണ്. ഒരു ഡിഫമേറ്ററി കേസ് ചാർജ് ചെയ്ത് ഈ പോരാളി ഷാജിയുടെ അഡ്മിന്മാരെ പിടിച്ച് ജയിലിലാക്കട്ടെ. അതല്ലേ തിരുത്തൽ? അതല്ലേ മാന്യമായതും ഉത്തരവാദിത്വപരമായ തിരുത്തൽ? സംസ്ഥാന സർക്കാരിന് നടപടിയെടുക്കാമല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ശ്രീ പിണറായി വിജയന്റെ വീടാണെന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിയ പോസ്റ്റ് ഇട്ടവരെ ഗൾഫിൽ പോയി അറസ്റ്റ് ചെയ്ത കേരളത്തിലെ പോലീസിന് പോരാളി ഷാജി എന്ന പേരിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇടതുപക്ഷത്തിനെ ഡിഫെയിം ചെയ്യുന്ന ആ അഡ്മിന്മാരെ കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് കണ്ടെത്താൻ പറ്റാത്തത് ഈ പാർട്ടി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി, നാളിതുവരെ പൂർണ്ണ പിന്തുണ നൽകി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ പാല് കൊടുത്തു വളർത്തിവിട്ട മൂർഖൻ പാമ്പുകളാണ് ഇന്ന് നിങ്ങളെ തന്നെ കടിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതെന്തു ആയിക്കൊള്ളട്ടെ, അതിൻ്റെ നഷ്ടങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ തിരുത്തലുകളും ഒക്കെ നിങ്ങൾ വരുത്തുക. ഞങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായ നിലപാട് നിങ്ങളുടെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ വൃത്തികെട്ട ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി അതിനകത്തേട്ട് വരുന്നില്ല. ഇനി രണ്ടാമത്തെ ഭാഗം ശ്രീ ഹാഷ്മി ഇവിടെ ചോദിച്ച ഭാഗം, ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി അവർക്ക് സംഘടനാപരമായ ചില നല്ല ഗുണങ്ങളുള്ള പാർട്ടിയാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്, അവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങളുള്ള പാർട്ടിയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു ഹാഷ്മി? ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ വളരെ കൃത്യമായി ഇവിടെ വിലയിരുത്തണം. അത് ആരാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും വിലയിരുത്തപ്പെടേണ്ടത് കേവലം ഏതെങ്കിലും വോട്ട് അങ്ങോട്ട് പോയതിൻ്റെയോ അല്ലെങ്കിൽ വോട്ട് ഇങ്ങോട്ട് വന്നതിനോ എന്നതിനപ്പുറം ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന വലിയൊരു ഷിഫ്റ്റ് ഉണ്ട്. അത് പല രീതിയിൽ, അത് ആശയപരമായ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ RSSന് വോട്ട് ചെയ്യാൻ ഒരറച്ച് നിന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് ഇന്ന് ആ അറപ്പ് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായി CPM വിലയിരുത്തണം, എല്ലാ പാർട്ടിയും വിലയിരുത്തണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പ്രധാനമായും അത് CPM വിലയിരുത്തണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വർദ്ധിച്ച വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ CPMൻ്റെ അടിസ്ഥാന കോർ വോട്ടുകളാണ് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അത് BJPയിലോട്ട് പോയിട്ടില്ല എന്നൊരു വാദഗതി എനിക്കില്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെയും പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ കാലങ്ങളിലും പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ ചില തിക്താനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങളത് കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അതിനെ വസ്തുതാപരമായി വിലയിരുത്തണം, KPCCയും നമ്മളെല്ലാവരും വിലയിരുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും നിലപാട്, പാർട്ടിയുടെയും നിലപാട്. പക്ഷേ CPMൻ്റെ നിലപാട് അതിനകത്ത് എന്താ? ഇപ്പോൾ CPM ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ചില കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ചില കണക്കുകൾ അങ്ങോട്ട് പോയി, കുറച്ചൊരു % ഇങ്ങോട്ട് കൂടിയിട്ടുള്ളൂ. നിങ്ങളുടെ വോട്ടുകൾ 5 ലക്ഷം കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ 4 ലക്ഷം കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പോയാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ CPMൻ്റെ കോർ വോട്ട് ബേസിലാണ്, അസ്ഥിവാരമാണ് തോണ്ടി ഇപ്രവശത്തേട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ CPMന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ അത് ബൂമറാങ് ആകും എന്നുള്ളതിൽ സംശയമില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ ധാർഷ്ട്യവും അഹങ്കാരവും തുടരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അത് എത്രമാത്രം തുടരുന്നോളും ഞങ്ങൾക്ക് അത്രമാത്രം ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്കിൽ പോലും ശ്രീ ഹാഷ്മി, ഞാൻ ആദ്യം പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ അവസാനിക്കരുത് എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം. ഇപ്പം എന്തിനാണ് അവിടെ നാമമാത്രമായ CPMന് ഒരു സീറ്റ് നൽകി അവിടെ വിജയം ഉറപ്പുവരുത്താൻ ഒരു കോൺഗ്രസ്സുകാരൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം
3 സംസ്ഥാനങ്ങളിലെങ്കിലും CPM-ന്റെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ രാജ്യത്ത് തകരരുത് എന്നുള്ളത് ആശിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതായത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ശ്രീ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ പരാമർശം എന്താണ്? ഇപ്പോൾ ശ്രീ കൂറിലോസ് തിരുമേനി അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റായ എന്തെങ്കിലും ശ്രീ ഹാഷ്മിയെ പോലെയുള്ള ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇടതുപക്ഷ ചിന്താഗതിക്കാർ എല്ലാം പറയുന്ന ചില കാര്യങ്ങൾ കൂറിലോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിനെ പ്രകീർത്തിക്കേണ്ട ഘട്ടത്തിൽ, ശ്രീ പിണറായി വിജയനെ പ്രകീർത്തിക്കേണ്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹം പ്രകീർത്തിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലൊരാളെ ഇടതുപക്ഷ ചിന്താഗതി ഇപ്പോഴും ഹൃദയപക്ഷമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരു പിതാവിനെ വിവരദോഷി എന്ന് വിളിക്കാൻ പാകത്തിന് അസഹിഷ്ണുതയുള്ള ഒരു നേതൃത്വമാണ് ഇടതുപക്ഷത്തിന് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ CPM എങ്ങനെ നന്നാകുമെന്നാണ് ഹാഷ്മി പറയുന്നത്? ശ്രീ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമാണോ CPM ഇവിടെ വിമർശിച്ചിട്ടുള്ളത്? ഇവിടെ എപ്പോഴാണ് വിമർശനം തുടങ്ങുന്നത്? ശ്രീ ഈ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും തിലകക്കുറിയായി മാറിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്രയായിരുന്നു. ഈ ഭാരത് ജോഡോ യാത്രയെ BJP അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയതാരാ? കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ യാത്രയെ അറ്റാക്ക് ചെയ്തത് കേരളത്തിലെ CPM ആണ്. കേരളത്തിലെ ഇന്നത്തെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ പറഞ്ഞത് പൊറോട്ട അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊറോട്ട തിന്നാൻ വേണ്ടി നടത്തുന്ന യാത്രയാണ് എന്ന്. ഇപ്പം കേരളത്തിൽ മാത്രം അദ്ദേഹം ഒരു യാത്ര നടത്തുവാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം ശ്രീ ഹാഷ്മി. പക്ഷേ ഇന്ത്യയിൽ ഉടനീളം കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ, മണിപ്പൂർ തൊട്ട് ബോംബെ വരെ ഇന്ത്യയുടെ എല്ലാ ദിക്കുകളെയും തൊട്ടുണർത്തിക്കൊണ്ട് ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയെ തീർത്തും ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് കേരളത്തിൽ വിമർശിക്കാൻ വന്ന CPM-ന്റെ അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാം. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് നേരത്തെ സംഘപരിവാർ ഹാൻഡിലുകൾ വിളിച്ച പേര് ഇതേവരെ ആരും വിളിച്ചിട്ടില്ല. നരേന്ദ്രമോദി പോലും വിളിച്ചിട്ടില്ല. കാരണം എന്താ? ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ ടൈറ്റ് ആയിരുന്നു എന്ന് ആദ്യം അറിയാവുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ ഒരു അധിക്ഷേപ ജ്വരം അവർ പോലും ചൊരിയാത്ത ഘട്ടത്തിൽ കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ല ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ നേതാവ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചത്. ഇപ്പൊ പ്രിയപ്പെട്ട MV ജയരാജൻ പോരാളി ഷാജിയൊക്കെ അധിക്ഷേപിച്ച് സംസാരിച്ചല്ലോ. ഈ MV ജയരാജൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് എന്താ? കിങ്ങിണിക്കുട്ടൻ എന്നാണ് വിളിച്ചത്. അപ്പോ ഇതൊക്കെ കിട്ടുമ്പോൾ, സ്വയം തിരിച്ചു കിട്ടുമ്പോൾ ഇതൊക്കെ പഠിക്കുമെന്നുള്ളതാണ് ഈ പോരാളി ഷാജിമാരുടെ കേസിൽ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ശ്രീ സജീഷ് ഇവിടെ കമന്റുകളുടെ കാര്യം പറഞ്ഞല്ലോ. ശ്രീ സജീഷ്, താങ്കൾക്ക് വരുമ്പോൾ താങ്കൾക്ക് വിഷമമാവും കമന്റ്. താങ്കൾ വിഷമമായതുകൊണ്ടാണല്ലോ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞ അതിന്റെ അടിയിൽ വന്നത് വായിച്ചു നോക്കിയാൽ എന്തായിരുന്നു അവസ്ഥ എന്ന്. ശ്രീ ഹാഷ്മി, താങ്കൾ എത്ര അത് വായിച്ചിട്ടുണ്ട്? അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ, താങ്കളുടെ വീട്ടുകാരുൾപ്പെടെ വിളിച്ച എത്ര CPM ഹാൻഡിലുകളുടെ കമന്റ് താങ്കൾ വായിച്ചിട്ടുണ്ട്? ഇവിടെ CR ഇരിക്കുന്നുണ്ടല്ലോ. ഇവിടെ കേരള സമരവുമായി ബന്ധപ്പെട്ട് ഞാനും CR ഉൾപ്പെടെയുള്ള ആളുകൾ പിറവത്ത് സമരം ചെയ്തിട്ടുള്ളതാണ്. CR പിറവത്ത് വന്ന് സമരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ പല ഭാഗത്ത് സമരം ചെയ്തിട്ടുണ്ട്. CR ഉൾപ്പെടെയുള്ള ആളുകളെ ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഈ CPM സൈബർ ഹാൻഡിലുകൾ കടന്നാക്രമിച്ചത്, ആ കടന്നൽ കൂട്ടം കടന്നാക്രമിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ഈ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഇത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി അതും മാത്രമല്ല, ഇപ്പോൾ ഞാൻ പോരാളി ഷാജിയുടെ കാര്യം പറഞ്ഞല്ലോ. പോരാളി ഷാജിയുടെ പേജ് ഇന്നലെ തുടങ്ങിയതാണോ? വർഷം കുറയായില്ലേ തുടങ്ങിയിട്ട്? CPM-ന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ സർക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. ഈ പോരാളി ഷാജിക്കെതിരെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് ശ്രീ MV ജയരാജൻ അത് ഇന്ന് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഒരു FIR ഇട്ട് ഈ പോരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടുപിടിക്കാൻ എത്ര നേരം വേണം ഹാഷ്മി? ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സൈബർ സെല്ലിന് എത്ര നേരം വേണം? എന്നാൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യട്ടെന്നേ. അപ്പോൾ അന്നേരമാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയുടെ വെളിവാകുകയുള്ളൂ. അതല്ലാതെ ഇവിടെ വന്ന് ഞങ്ങൾ പോരാളി ഷാജിയെ തള്ളിപ്പറയുന്നു, ഞങ്ങൾ ചെങ്കതിരിനെ തള്ളിപ്പറയുന്നു, ഞങ്ങൾ ചെങ്കോട്ടയെ തള്ളിപ്പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ സകല സഖാക്കന്മാരും അവരിടുന്ന അധിക്ഷേപകരമായ പോസ്റ്റ് അവരുടെ വാളിൽ റീപോസ്റ്റ് ചെയ്തിട്ട് ഈ വർത്തമാനം പൊതുവിടത്തിൽ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല സാർ. ഇനി അതുമാത്രമല്ല, ഇവിടെ ഹാഷ്മി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല അമ്മാവ എന്ന് സജീഷ് പറഞ്ഞിട്ടും ഹാഷ്മിയുടെ മനസ്ഥിതിയിൽ നിന്ന് പറയുകയാണ് ഒരു CPM-കാരനെങ്കിലും ഉണ്ടാകണമല്ലോ. കാരണം എന്താ? ആ വിവരദോഷി എന്ന പദം വിളിച്ചിട്ട് അതിനെ തള്ളിപ്പറയാൻ ഒരു CPM-കാരനെങ്കിലും ഉണ്ടാകണ്ടേ? ഇവിടെ ശ്രീ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ.
ഇവിടെ ഗോർബച്ചകുമാർ എന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സഖാവ് വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദൻ ഇരുന്ന പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ അമ്രാൻ പറയും അതനുസരിച്ച് വാലാട്ടുന്ന കുറെ കുടിയാന്മാർ കണക്ക്. ആ പദം ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കണക്ക് ഈ പാർട്ടി ഇത്രമാർ യജമാനന്മാരുടെ സേവ മാത്രം ചെയ്യുന്ന കുറെ അണികളുള്ള പാർട്ടിയായി ഇത് അധപ്പതിച്ചു എന്നുള്ളത് വെളിവാകുന്നതല്ലേ. ഇപ്പൊ സജീഷിന് പോലും ഇത് തള്ളിപ്പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? തീർത്തും ശരിയല്ല. ആ തിരുമേനിയെ വിളിച്ചത് ശരിയല്ല. ആ തിരുമേനിയെ അങ്ങനെ വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് പൊതുബോധമുണ്ടായിട്ട് പോലും സജീഷിന് പോലും പിണറായി വിജയൻ എന്ന അമ്പ്രാന്റെ മുമ്പിൽ ഓശാനിച്ച് നിൽക്കേണ്ട സെക്രട്ടറിമാരുടെ ഇതൊക്കെ പറയുമ്പോഴും സതീഷിന് എത്ര തള്ളിപ്പറയാലും ഞാൻ സമയമെടുത്ത് എല്ലാവരും സംസാരിച്ചു, സമയമെടുത്ത് CR ഒഴിച്ച് സമയമെടുത്ത് ബാക്കി എല്ലാവരും സംസാരിച്ചു. ഞാൻ അത് ഇടപെട്ടില്ല. എന്റെ സമയം കഴിയാൻ